ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വെൽക്കം ബാക്ക് ടു പോയിന്റ്. അവൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ചെറിയൊരു വണ്ടി ജസ്റ്റ് ട്രിവാൻഡ്രം വരെ കൊണ്ട് എത്തിച്ചത്. ഞാൻ വെച്ചാൽ കാർ വല്ലതും ആയിരിക്കും. പക്ഷേ എങ്കിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് ഈ ആനയും കൊണ്ടാണ് പോകേണ്ടതെന്ന്. പക്ഷേ ഇതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളത് പോയി കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കും. വണ്ടി മാത്രമല്ല കേസ് തന്നത്, ഇതിനൊക്കെ വലിയൊരു പണി കൂടെ തന്നിട്ടാണ് പോയത്. ഈ കുഴിക്കകത്ത് എടുത്തിട്ട് വേണം ഈ വണ്ടി കൊണ്ട് ട്രിവാൻഡ്രം പോയത്. ഫ്രണ്ട് ടയർ കുറച്ചേ പോയിട്ടുള്ളൂ, ബാക്ക് വീല് മൊത്തത്തിൽ പോയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് എങ്ങനെ കര കയറ്റും എന്നുള്ളത് അത്ര ഞങ്ങൾക്ക് അറിയത്തില്ല. വല്ല ജെ സി വിളിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ആരൊക്കെയോ പണിത് മടലിട്ടും കല്ലിട്ടും ഒക്കെ കുറേ പയറ്റിട്ടുണ്ട്, പക്ഷേ ഈ സംഭവം കയറിയിട്ടില്ല. ഇനി ഇത് കേട്ടിലാണ് ഞങ്ങളുടെ പണി. നോക്കാം. കണ്ടില്ല, ഫുഡ് ട്രസ്റ്റ് വരെ തറമുട്ടിയിരിക്കുന്നത്. ഫൈനലി ഒരു വിധത്തിൽ ആ വണ്ടി ഞങ്ങൾ കരയ്ക്കെടുത്തു. ഞാനിപ്പോൾ ഇതേ പമ്പിൽ എത്തുന്നുണ്ട്, ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ച് വേണം നമുക്ക് ട്രിവാൻഡ്രം പോകാൻ. പക്ഷേ ഇതിൻ്റെ ടയർ ഫുള്ള് പൊട്ടിയിരിക്കുകയാണ്. മിക്കവാറും നമുക്ക് വണ്ടി മാറ്റി വേറെ വണ്ടി കൊണ്ട് പോകേണ്ടി വരും. ഇവർക്ക് തന്നെ വേറെ സെയിം വണ്ടിയുണ്ട്. അപ്പം നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യുന്നു, ഇവിടെ നേരെ അടുത്ത് ഇവരുടെ ഗ്യാരേജിൽ പോകുന്നു. ഗ്യാരേജിൽ പോയിട്ട് ഒന്നെങ്കിൽ ടയർ ചേഞ്ച് ചെയ്തിടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത വണ്ടി കൊണ്ട് പോകും. എന്താ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയായിരുന്നു ആ രാവിലത്തെ പണി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏകദേശം കടബന്ധിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ നമ്മൾ വൈറ്റിലെടുക്കുന്നു. വൈറ്റിൽ തൃപ്പൂണിത്തറ, അവിടെ നിന്ന് നമ്മൾ ഗ്യാരേജിലേക്ക് പോകുന്നു. എന്നിട്ട് വേണം ബാക്കി സെറ്റ് ചെയ്യാൻ. അപ്പം നമ്മുടെ അഭിത് ബ്രോ വണ്ടി എടുത്തു. നമ്മൾ വൈറ്റിലെ സിഗ്നലെത്തി. ഈ സമയമായിട്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ബ്ലോക്കില്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങി. സാധാരണ വൈറ്റിലെ സിഗ്നലിലാണ് ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നത്. സിഗ്നൽ കഴിഞ്ഞതാണ് ബ്ലോക്ക് തുടങ്ങി. ഓക്കെ ഗൈസ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ MC റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഈ വണ്ടിക്കകത്ത് ഞാൻ പറഞ്ഞ വണ്ടി മാറ്റം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം സെയിം വണ്ടി തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്ക്രീനുകളെല്ലാം എടുത്ത് ആ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് അടുത്ത വണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടേക്ക് നിരത്തിൽ എവിടേക്കോ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്ലോക്ക് പ്രതീക്ഷിക്കണം, അവൻ്റെ രക്ഷപ്പെട്ടു. ഇവൻ കോൺസെൻട്രേഷൻ മൊത്തം റോഡിലായതുകൊണ്ട് ഫോണിലേക്ക് പോസ് ചെയ്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ മെയിൻ പ്രശ്നം വെച്ചാൽ ഈ വണ്ടി 80 ലോക്കാണ്. ലോക്കില്ലാതെ കുറച്ച് സ്പീഡിൽ പോകരുത് ഗൈസ്. അങ്ങനെ കൊട്ടാരക്കരയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വണ്ടി എടുത്ത് നിർത്തിയിട്ട് ഞാൻ വണ്ടി കയറി. അതിന് കുറച്ച് നേരം നമുക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ വെള്ളമുണ്ട്. നമുക്ക് പാട്ടൊക്കെ ഇട്ട് അത് ചില്ലായിട്ട് പോകാം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാം. ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തായിരുന്നു. ആ ടൈമിൽ രണ്ടാമത് വണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവ ഡ്രൈവ് ചെയ്യും. നമ്മൾ ആക്ച്വലി പോകുന്നത് ടെക്നോ പാർക്കിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇത് ടെക്നോ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ സർവീസ് റോഡ് കയറി സ്ട്രേറ്റ് പോകാം. അപ്പം പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ കൊച്ചി പോലെ കേട്ടോ, ഇവിടെ രാത്രിയൊന്നും ആയില്ല. നമ്മുടെ കൊച്ചിയിലേക്കാണെങ്കിൽ രാത്രിയിലാണെങ്കിൽ റോഡ് നിറച്ച ആൾക്കാർ. അവിടെ എല്ലാ വണ്ടി നോക്കിയിട്ട് ആരുമില്ല. അങ്ങനെ പിന്നെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം വരുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയ്ക്കുള്ളായിരുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.